എനിക്ക് ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കും. എന്നെ ക്ഷണിച്ച ദൈവദാസന്മാരോടുള്ള നന്ദിയെ ആദ്യമായി ഞാൻ അറിയിക്കും. ആനിവേഴ്സറി എന്നത് ഒരു സെലിബ്രേഷൻ മാത്രമല്ല. ആനിവേഴ്സറി ഈസ് നോട്ട് എ ടൈം സിംപ്ലി ഫോർ സെലിബ്രേഷൻ, ബട്ട് ഇറ്റ്സ് എ ടൈം ഫോർ റീകമ്മിറ്റ്മെന്റ്. നമ്മളെ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദി കരയറ്റുവാനും വരുന്ന വർഷം ഈ കഴിഞ്ഞ വർഷം പ്രവർത്തിച്ചതിനേക്കാൾ കൂടുതലായി പ്രവർത്തിക്കാനുമുള്ള ഒരു റീകമ്മിറ്റ്മെന്റ് ആണ് നമ്മുടെ ഇന്നത്തെ. ഇത് കഴിഞ്ഞ് നമുക്ക് ഫുഡ് ഉണ്ടല്ലോ അല്ലേ? ആ ഫുഡ് കഴിക്കാനുള്ള ആ ഒരു ഇവന്റ് മാത്രമായിട്ട് ഇത് മാറ്റരുത്. ദിസ് ഈസ് എ ടൈം ഫോർ വാട്ട്? ഞാൻ എന്ത് ഇനി പറയാൻ മറന്നു പോയാലും ആ കാര്യം മറക്കരുത്. നമ്മളെല്ലാവരും സഭയായിട്ട് നിങ്ങളെല്ലാവരും റീകമ്മിറ്റ് ചെയ്യുകയാണ് വരുന്ന വർഷം. ഇവിടെ ആരോ ഒരു എക്സാം എന്ന് പറഞ്ഞത് ആരാന്ന് തോന്നുന്നില്ല. അടുത്ത പ്രാവശ്യം നമ്മൾ നടക്കുമ്പോൾ വേറെ എങ്ങാണ്ട് നടക്കുമെന്ന് പറഞ്ഞു. ഇവിടെ അതുപോലെ ഒരു നല്ല എക്സ്പെക്ടേഷൻ വേണം, ഒരു നല്ല റീകമ്മിറ്റ്മെന്റ് നമുക്ക് ഉണ്ടായിരിക്കണം. ഒരു വലിയ പ്രസംഗത്തിന് വേണ്ടിയുള്ള ഒരു വലിയ സമയം ഞാൻ എടുക്കുന്നില്ല. എനിക്ക് സമയം തന്നിട്ടുണ്ട്. ആ സമയം അകത്ത് ആ സമയത്ത് അത്രയും ഞാൻ എടുത്ത് ഇരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. നമുക്ക് എഫീസ് ലേഖനം 2-ാം അധ്യായം, എഫീഷ്യൻസ് ചാപ്റ്റർ 2. We'll read from verses 19 to 22. ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. ക്രിസ്തുവേശു തന്നെ മൂലക്കലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു. ഇതാണ് ദൈവം സഭയെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. And church is not simply a physical place or a physical building. Church is an organic unity. സഭ എന്ന് പറയുന്നത് ഈ കട്ടളയും ഈ സിമെന്റും പ്ലേസും അല്ല. സഭ എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ ശരീരമാണ്. And we know that church is a rescue boat. റെസ്ക്യൂ ബോട്ട് എവിടാ സാധാരണ കാണുന്നത്? അല്ലേ, ജനീറ്റ അല്ലേ? ചർച്ച് എന്ന് പറയുന്നത് റെസ്ക്യൂ ബോട്ടാണ്. അപ്പോൾ ഇന്നലെയാണോ 2 ദിവസത്തിന് മുൻപ് ക്രിസ്മസ് ഡേയില് BBC-യുടെ മെയിൻ ന്യൂസ് ആയിരുന്നു, 2 പേര് സ്വിം ചെയ്യാൻ വേണ്ടി പോയി. എത്ര റെസ്ക്യൂ ഓഫീസേഴ്സ് ആണെന്ന് അറിയത്തില്ല, കപ്പാസിറ്റിയിൽ കൂടുതൽ ആൾക്കാരെ പറഞ്ഞു വിട്ടു. ഹോൾ ഡേ അവർ സെർച്ച് ചെയ്തു. അവസാനം they gave up. 2 swimmers went for swimming on Christmas Day and they did not come back, and the people tried their level best to rescue them or find them first of all, but it was in vain. And they came back without even finding the body. ചർച്ച് എന്ന് പറയുന്നത് ഒരു റെസ്ക്യൂ ബോട്ടാണ്. എന്ന് പറഞ്ഞാൽ ഈ സൗത്ത് ഡബ്ലിനിൽ നഷ്ടപ്പെട്ട എന്ന് പറയുമ്പോൾ മരിച്ചുപോയ, പാപത്തിൽ മരിച്ച, അങ്ങനെയാണ് 2-ന്റെ 1 തുടങ്ങുന്നത്. എഫീസ് ലേഖനം 2-ന്റെ 1 അങ്ങനെയാണ്. അതിക്രമങ്ങളിലാൽ പാവങ്ങളിലും മരിച്ചതാണ്. പണ്ടങ്ങനെ നമ്മൾ അങ്ങനെ ആയിരുന്നു. നമ്മളെ ആരോ വന്ന് തെരഞ്ഞു പിടിച്ചു. റെസ്ക്യൂ ബോട്ട്.
നിങ്ങൾ എല്ലാവരും ഓരോരുത്തരും റെസ്ക്യൂ ബോട്ടാണ് കേട്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, the rescue boat is in the water or on the water, not the other way around. ബോട്ട് വെള്ളത്തിലാണ്, പക്ഷെ വെള്ളം ബോട്ടിൽ കയറിയാലോ നമ്മളെ പോക്കാൻ പിന്നെ വേറെ ആരെങ്കിലും പറഞ്ഞു അല്ലേ? അതുകൊണ്ട് ഓർത്തോണം, ഈ ലോകത്ത് ജീവിക്കുമ്പോഴേ ഈ ലോകത്തിലെ വെള്ളം കയറാതെ നമ്മൾ ജീവിക്കാൻ നോക്കണം. ചർച്ച് ഈസ് നോട്ട് പെർഫെക്റ്റ് കേട്ടോ. അഥവാ ആരെങ്കിലും എനിക്കൊരു പെർഫെക്റ്റ് ചർച്ചിൽ പോയി ജോയിൻ ചെയ്യണം എന്ന് കണ്ടാൽ യു വിൽ മേക്ക് ദം ഇംപെർഫെക്റ്റ്. ഒരു ചർച്ചും പെർഫെക്റ്റ് അല്ല. നമ്മളെല്ലാം ആരാണ്? നമ്മളെല്ലാം വി ആർ എ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ് അല്ലേ? കണ്ടിട്ടുണ്ടോ? റോഡ് പണി നടക്കുന്ന സമയത്ത് ഒരു സാധനം കൊണ്ടുവന്ന് വെക്കും. എന്തോ ഒരു മനുഷ്യൻ ഇങ്ങനെ പണിയുന്ന ആ ഒരു സിമ്പലാ കൊണ്ടുവെക്കുന്നത്. എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ചു പോണം. എന്തുവാ ഇത്? വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ എല്ലാം നെഞ്ചത്ത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. എന്തുവാന്നറിയാമോ? അതുകൊണ്ട് ആരും സഭയില് എടാ യവൻ പെർഫെക്റ്റ് അല്ലല്ലോ, യവനെ കൊള്ളത്തില്ലല്ലോ എന്ന് പറഞ്ഞ് എന്റെ കഴിഞ്ഞ ദിവസം 2 സെഷനും പ്രസംഗിച്ച അതിന് ഈ ആഴ്ച മുഴുവനും അതാ ഞാൻ പ്രസംഗിക്കണം. അവനെ കൊള്ളത്തില്ലല്ലോ എന്ന് പറഞ്ഞ് എന്ന് മാറ്റി നിർത്തരുത്. അങ്ങനെ മാറ്റി നിർത്തിയായിരുന്നെങ്കിൽ നമ്മളും ഇങ്ങനൊന്നും വരത്തില്ല. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ച നമ്മെ എന്ത് ചെയ്തു? അവിടെ താഴെ നമ്മുടെ ചിന്ത അതല്ല, ഞാൻ അധികം വായിക്കുന്നില്ല ആ ഭാഗം. അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്ന നിങ്ങളെയും അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അപ്പോൾ നമ്മുടെ കർത്താവ് നമുക്കെല്ലാം എന്ത് തന്നെന്നറിയാമോ? ജീവൻ തന്നു. മരിച്ചവരായിരുന്നു, നമുക്ക് ജീവൻ തന്നു. ചുരുക്കി പറഞ്ഞാല് ഒരാള് വേറൊരാളിന് CPR കൊടുക്കുന്നത് പോലെ ഒരു ട്രാക്ട് തന്നു, ഒന്ന് പ്രാർത്ഥിച്ചു, ഹൗസ് വിസിറ്റ് ചെയ്തു. അങ്ങനെ മരിച്ചു കിടന്നവനെ യേശുവിന്റെ ജീവൻ കൊടുക്കുവാൻ വേണ്ടി ഒരു വഴി ഒരുക്കി കൊടുത്തു. അതുകൊണ്ട് വഴി വരുന്ന പുതിയ വർഷം എല്ലാവരും എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഞാനൊരു റെസ്ക്യൂ ബോട്ടാണ് എന്നുള്ള രീതിയിൽ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടക്കുന്നവരെ കർത്താവിന് വേണ്ടി നേടുവാനുള്ള ഒരു തീരുമാനം എല്ലാവരും. ഇനി ചർച്ച് ഗ്രോത്ത് എന്ന് പറയുന്നത്, അതാണ് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്. ചർച്ച് ഗ്രോത്ത് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് അല്ല. ചർച്ച് ഗ്രോത്ത് ഈസ് അഡീഷൻ. നമ്മുടെ ചിന്തയില്, പ്രത്യേകിച്ചും മലയാളി കൾച്ചറിൽ ഒരു കാര്യമുണ്ട്. സഭ എന്ന് പറഞ്ഞാൽ എന്താണ്? വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സഭയെ ഏതെങ്കിലും ഒരുത്തന് അതിനകത്തിരുന്ന് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി, മനസ്സിലാകുന്നുണ്ടല്ലേ? ഏതെങ്കിലും ഒരുത്തര് കുത്തിരിപ്പ് ഉണ്ടാക്കി നോക്കിയിരിക്കുകയാണ്. ആരെങ്കിലും പ്രവാചകം ഒന്നേച്ച് പോലും മോനെ നീ ഇവിടെ ഇരിക്കുന്നോണ്ടല്ല, നിനക്കൊരു വിളിയില്ലേലും പറയും ഞാൻ ഇറങ്ങുകയാണ്, പിന്നെ വേണ്ടുന്ന സമയത്ത് കർത്താവ് എന്നെ വിളിച്ചോളൂ. നമ്മുടെ സഭയിൽ ഒരുപാട് വിളിയുള്ളവരുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ഈ സാമിനെയൊക്കെ നേരത്തെ ഇറക്കണ്ടായിരുന്നു. വിളിയുള്ള നമ്മുടെ സഭയിൽ ഇനിയിപ്പോൾ ഉണ്ട് പാസ്റ്റർ കേട്ടോ. അറ്റ്ലീസ്റ്റ് ഒരു 2-3 എണ്ണത്തിനെ എനിക്കറിയാം. അപ്പോൾ എന്താ ഞാൻ പറയാൻ വന്നത്? എന്റെ തോട്ടങ്ങ് പോയത് സാമിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേന് സഭ അതാ കറക്റ്റാ. അപ്പോഴേ സഭ ഗ്രോത്ത് എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്തുള്ള ഗ്രോത്ത് അല്ല. സഭാ ഗ്രോത്ത് എന്ന് പറയുന്നത് യൂണിറ്റി, ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നതാണ് സഭ. അല്ലെ? അത് ഞാനത് നിങ്ങൾക്ക് ഉദാഹരണ സഹിതം ഞാനത് തെളിയിച്ചു തരാം. നാം വായിച്ച വാക്യം ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും അല്ലേ? എന്തുവായിരുന്നു? അതാ മറന്നു പോയിരുന്നു. അതിലേക്ക് നമ്മൾ ഉടനെ വരും. അപ്പോഴ് ആദിമസഭയുടെ കാര്യം നമ്മൾ വായിക്കുന്നത് ആക്സ് 2-ലാണ്. ആക്സ് 2 എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത് മാളിക മുറിയാണ്. 1, 2 പിന്നെ പെന്തക്കോസ്താണ്. എന്നാല് അവിടെ നിന്നെല്ലാം കഴിഞ്ഞ് നമ്മൾ ഈ അവസാനം പറഞ്ഞു, 2ന്റെ അവസാനം എടുത്താട്ടെ. ആക്സ് ആണ്. നമ്മൾ തിരിച്ച് എഫെഷ്യനിലേക്ക് വരും ഉടനെ. ആക്സ് ഓഫ് ദി അപ്പോസ്റ്റൽസ് ചാപ്റ്റർ 2 നമുക്ക് വായിക്കേണ്ടത് 41 മുതലുള്ള വാക്യങ്ങൾ വായിക്കണം. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു.
അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും ജനിറ്റ ഞാൻ ഓരോ പോയിന്റ് പറഞ്ഞ് പിന്നെ വീണ്ടും വായിപ്പിക്കണ്ടല്ലോ. അതുകൊണ്ട് ജനിറ്റയ്ക്ക് ഇച്ചിരി ആശ്വാസം കിട്ടും. അതുകൊണ്ട് ആ വായിക്കുന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു വിടുകയാണ്. കേട്ടോ എല്ലാവരും? ചർച്ച് ഗ്രോത്ത് എന്ന് പറയുന്നത് ഇനി പറയുന്നത് കേട്ടോ. ചർച്ച് ഗ്രോത്ത്, മാസ് ബാപ്റ്റിസം. അവിടെ എത്ര പേരെന്നാ പറഞ്ഞേ? അല്ല, ഏതാണ്ടെന്നാ 3000. ലൂക്കോസിന് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മള് പറയുമല്ലോ ഒരു 10,500 എത്ര 10,500 ഇല്ലയോ? എത്ര പേരുണ്ടോ അവിടെ? അവിടെ ഒരു 10, 35, 40 പേര്. എത്ര തുടങ്ങുന്നത് എവിടാ? 10. അതൊരു അങ്ങനെ ഒരു കാര്യമാ. എവിടെ? മാളിയൂർ എത്ര പേരുണ്ടായിരുന്നു? അല്ല, അവിടെ അങ്ങനെ ഏകദേശം എനിക്ക് ലൂക്കോസ് ഒരു മലയാളിയെ പോലെ തോന്നുന്നു. ഏകദേശം എത്ര ഉണ്ടായിരുന്നു? 120 അല്ലേ? കർത്താവ് പോഷിപ്പിച്ചൊരു അപ്പം കൊടുത്ത് എത്ര പേരായിരുന്നു? ഉണ്ടാണ്. ഇപ്പൊ ജനിട്ട് ആദ്യം അന്ന് ഏകദേശം ഒന്നാണ്. എല്ലായിടത്തും എങ്ങനെയാണ് സ്ഥാനപ്പെട്ടത്? എത്രയാണ്? അപ്പോൾ മാസ് ബാപ്റ്റിസം ഒരു ആത്മനിറവിലുള്ള ഒരു സഭയിൽ നടക്കേണ്ട കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്റെ പ്രേയറും അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ഇവിടുന്ന് പോകുന്നത്. ഇവിടെ തുടങ്ങിയ ഈ സഭ അതുപോലെ ഒരു അനുഭവം ഉണ്ടാകും നമ്മുടെ ഐക്യം. അതുകൊണ്ടാണ് നമ്മള് സാം പറഞ്ഞത്, ഞാനിവിടെ നിന്ന് പ്രസംഗിക്കുമ്പോഴും നിങ്ങളെ ഒന്നും പല അറിയത്തില്ലേലും ഒരു കുടുംബത്തിൽ നിന്ന് പ്രസംഗിക്കുന്ന പോലെ ഞാൻ സംസാരിക്കുന്നു. അതുകൊണ്ട് എന്നോട് ആരും കയർത്തൊന്നും തോന്നരുത്. ഈ പുള്ളി ഇങ്ങനെ പറയാനുള്ള അധികാരം എന്താന്ന്. ഓക്കെ, അതുകൊണ്ട് ആദ്യമേ ഞാൻ ജാമ്യം എടുക്കുക. ഓക്കെ, മാസ് ബാപ്റ്റിസം നടക്കണം. മാസ് ബാപ്റ്റിസം. അപ്പോൾ ദൈവം വളർന്നുകൊണ്ടിരിക്കുന്ന സഭയിൽ എന്തുണ്ട്? പക്ഷെ ഒരു കാര്യം മറക്കരുത്. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി ഇവിടെ അടുത്ത സമയത്ത് ബാപ്റ്റിസം നടക്കുന്നതാണ് അല്ലേ? രക്ഷിക്കപ്പെട്ടവരെ സ്നാനപ്പെടുത്താവൂ. തിരിച്ചല്ല, ചില സ്നാനപ്പെട്ടില്ല എന്നാ പിന്നെ രക്ഷിക്കപ്പെട്ടേക്കാം. അങ്ങനെ ഒരു കാര്യമില്ല. ആദ്യം എന്താ നടക്കേണ്ടത്? എവിടെല്ലാം സ്നാനം നടന്നു അവിടെ എല്ലാവരും യേശുവിനെ രക്ഷകനായി റിപ്പന്റൻസിന് ശേഷമാണ് ബാപ്റ്റിസം അല്ലെ? അതും ഈ ഇപ്പൊ നമ്മൾ വായിച്ചതിന് തൊട്ട് മുമ്പിൽ 2-3 വാക്യങ്ങൾക്ക് മുൻപിലുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ മാനസാന്തരപ്പെടണം. അപ്പൊ മാനസാന്തരപ്പെട്ട് പാപങ്ങൾ മോചിക്കപ്പെട്ട ഏതാണ്ട് 3000 പേര്. അപ്പോൾ ബാപ്റ്റിസം നടക്കേണ്ടത് എപ്പോഴാണ്? മാനസാന്തരം. അല്ലാതെ എന്റെ കൊച്ച് 18ലേക്ക് കയറുന്നു, ഇനി യൂണിവേഴ്സിറ്റി പോയാൽ കിട്ടത്തില്ല, എന്നാ മൂക്കിയേക്കാം. അങ്ങനല്ല. പിന്നെ എപ്പോഴാണ് എന്റെ കുഞ്ഞ് മാനസാന്തരപ്പെട്ടു? എന്താ മാനസാന്തരം എന്ന് പറഞ്ഞാല്? മാനസാന്തരത്തിന് 2 കാര്യമുണ്ട് കേട്ടോ. മാനസാന്തരത്തിന് 2 കാര്യം. റിപ്പന്റൻസ് ഹാസ് 2 things. ഒന്ന് ടേണിംഗ് ഫ്രം ആൻഡ് ടേണിംഗ് ടു. 2 ഉണ്ട്. ഒരെണ്ണം മാത്രമാണെങ്കിൽ അത് മാനസാന്തരമാകുന്നില്ല. ആദ്യത്തെ പറഞ്ഞേ ടേണിംഗ് ഫ്രം. ഇവിടെ ടേണിംഗ് ഫ്രം എന്ന് പറയുന്നത് ടേണിംഗ് ഫ്രം ദ വേൾഡ്, ടേണിംഗ് ഫ്രം ദ ഫ്ലഷ്, ടേണിംഗ് ഫ്രം സൈറ്റൻ, ടേണിംഗ് ഫ്രം സിൻ. പാപം, ജഡം, പിശാച്, ലോകം, അതിൽ നിന്ന് we turn away from. അതുകൊണ്ട് മാനസാന്തരമായില്ല. ടേൺ ടു ഗോഡ്, ദൈവത്തിലേക്ക് വരണം. എത്രയോ നല്ല വ്യക്തികളുണ്ടെന്ന് അറിയാമോ? പാപം ചെയ്യാതെ, പിന്നെ മീറ്റ് കഴിക്കാതെ, വെജിറ്റബിൾ മാത്രം കഴിച്ച് നല്ല ആൾക്കാരായി ജീവിക്കുന്ന അവരൊന്നും മാനസാന്തരപ്പെട്ടതല്ല. അവരവരുടെ മോറൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. പക്ഷെ അത് മാനസാന്തരമല്ല. മാനസാന്തരം എന്ന് പറഞ്ഞാൽ ടേണിംഗ് അവേ ഫ്രം ആൻഡ് ടേണിംഗ് ടു ഗോഡ്. ഇത് 2 നടക്കണം. അപ്പൊ അങ്ങനെ നടന്നവരാണ് അവിടെ സ്നാനപ്പെട്ടത്. അങ്ങനെ സ്നാനപ്പെട്ട ഒരു സഭയിൽ അങ്ങനെ യഥാർത്ഥമായി മാനസാന്തരപ്പെട്ട്, if somebody has gone through genuine repentance and got baptized, they will be genuine disciples. കർത്താവ് നമ്മളെ വിളിച്ചത് കൺവേർട്ടിനെ ഉണ്ടാക്കാനല്ല, പിന്നെ ശിഷ്യന്മാരെ വാർക്കാൻ വേണ്ടിയാണ്. കർത്താവ് എന്താ പറഞ്ഞത്? All authority in heaven and on earth is given unto me.
Therefore go and make disciples of all nations. സകല ജാതികളെയും ശിഷ്യന്മാരാക്കാനും നമ്മുടെ ചിന്തയിലേക്ക് കടന്നു വരാം. മാസ് ബാപ്റ്റിസം ഈസ് പാർട്ട് ഓഫ് ചർച്ച് ഗ്രോത്ത്. അത് കഴിഞ്ഞ് എന്താ അവിടെ സംഭവിച്ചത്? അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. ടീച്ചിങ് ഓഫ് ദി അപ്പോസ്റ്റൽസ്. അപ്പോൾ സഭയിൽ, ആദിമ സഭയിൽ എന്തുണ്ടായിരുന്നു? അപ്പോസ്തലന്മാരുടെ ടീച്ചിങ് ആണ് കേട്ടോ. ഇന്ന് ടീച്ചിങ് എന്ന് കേൾക്കുമ്പോൾ പിന്നെ ആരും പറഞ്ഞു പിശാചിനെ കുരിശ് കാണുന്നു പറഞ്ഞു. ടീച്ചിങ് മിനിസ്ട്രി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് അറിയാമോ? ഓ, അതിനകത്ത് ആരില്ല, ആത്മാവില്ല. ഞാൻ എൻ്റെ ഒരു കോളിംഗ് എന്ന് പറയുന്നത് ടീച്ചിങ് ആണ് കേട്ടോ. അവിടെ അത് എനിക്ക് തോന്നുന്നത് മാത്രമല്ല, എന്നെ പിടിച്ച് വെള്ളത്തിലിട്ടാല് എനിക്ക് സ്വിം ചെയ്യാൻ അറിയത്തില്ല, ഞാൻ വല്ലാതായി ചത്തുപോകും. എന്നാൽ എൻ്റെ ഭാര്യയെ പിടിച്ച് വെള്ളത്തിലിട്ടാൽ നീന്തി, കാരണം കൊച്ചു പരുവം മുതൽ നിരണത്ത് കടന്ന് വെള്ളത്തിൽ കടന്ന് കളിച്ചതാണ്. അപ്പൊ എവിടെ എടുത്തിട്ടാലും നീന്തിപ്പോകും. എന്നാൽ പുള്ളിക്കാരെ എടുത്തൊരു ക്ലാസ് റൂമിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ കടന്ന് ദൈവം ആരോടും പറയുന്നു. എന്നെ എടുത്തൊരു ക്ലാസ് റൂമിൽ ഇട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞ ഏതാണ്ട് 38 വർഷമായി ഞാൻ ഈ ശുശ്രൂഷ ചെയ്തത്. ഒരുമാതിരി ഒരു കുഴപ്പമില്ലാതെ, ആൾക്കാരൊക്കെ വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ലാതെ. ടീച്ചിങ് എന്ന് പറയുന്നത് ദൈവം സഭയ്ക്ക് കൊടുത്ത 5 ശുശ്രൂഷകളിൽ ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷയാണ്. ഇപ്പൊ ദൈവസഭയിൽ ഗ്രോത്ത് നടക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ദൈവവചനം നന്നായി പഠിപ്പിക്കണം. അദ്ദേഹം പറഞ്ഞ് ദൈവസഭ വളരണം എന്നുണ്ടെങ്കിൽ എന്തോ ചെയ്യണം? ദൈവവചനം നന്നായി പഠിപ്പിക്കണം. നമ്മുടെ മലയാളി പെന്തക്കോസ്തൽ കൂട്ടത്തിൽ ഞാൻ ആരെയും കുറ്റം പറയില്ല, ദൈവവചന പഠനത്തിന് അധികം സ്ഥാനം ഇല്ല. ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളത് വേറൊരു ശുശ്രൂഷയുണ്ട്. അതിന്റെ പേരാണ് എന്തോ, കണ്ടോ, ഞാൻ പറയാതെ പറഞ്ഞു. എന്തോ പേര്? നോവലിന്റെ അല്ല, ആരുടെ മമ്മിയാ? മമ്മിയാന്നോ? മമ്മിയായോ? നോവല് യു ഹാഡ് ഡൺ എ ഗ്രേറ്റ് ജോബ്. ബ്യൂട്ടിഫുൾ. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വളരെ ഭംഗിയായി അവരെ ട്രെയിൻ ചെയ്യിച്ച സൺഡേ സ്കൂൾ അധ്യാപകര്, യൂത്തിലെ ആൾക്കാര്, നിങ്ങൾക്ക് എല്ലാ അഭിനന്ദനങ്ങളും. നമ്മുടെ പിള്ളേരെ നന്നായിട്ട് അങ്ങനെ, ഐ വാസ് സോ പ്രൗഡ് ഓഫ് യു. നന്നായിട്ട് ആ കുഞ്ഞുങ്ങൾ അതെല്ലാം നന്നായിട്ട് ചെയ്തു. വളരെ ടാലന്റഡ് ആണ് കുഞ്ഞുങ്ങൾ. നോവൽ വളരെ ഭംഗിയായി ചെയ്തു. വെരി ഗുഡ്. എന്താ ഞാൻ പറഞ്ഞോണ്ടിരുന്നേ? 5 ശുശ്രൂഷകളാണ്. ദൈവം ചിലരെ ആരായിട്ടൊക്കെയാ? അപ്പോസ്തലന്മാരായി, പ്രവാചകന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി, ഇടയന്മാരായി, സുവിശേഷകന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി. 5 ശുശ്രൂഷ. അപ്പോൾ ആദിമസഭ വളരാനുള്ള കാര്യം മാസ് ബാപ്റ്റിസം നടന്നു. പരിശുദ്ധാത്മ നിറവിലുള്ള ഒരു സഭയിൽ നടക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. മാസ് ബാപ്റ്റിസം. 2, ടീച്ചിങ് മിനിസ്ട്രി നടക്കണം. ദൈവസഭയിൽ ഉണ്ടോ? പരിശോധി ഉണ്ടല്ലോ പാസ്റ്റർ അല്ലേ? ചിലടത്തൊരു, എനിക്ക് നിങ്ങളെ ഒരുപാട് കാലമായി നമ്മുടെ ചർച്ച ചെയ്യാൻ വന്നിട്ട്, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. ചിലടത്ത് ചെല്ലുമ്പോഴേ വീട്ടിലെ ഇപ്പോഴത്തെ ഉപവാസ പ്രാർത്ഥനയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. കോട്ടേജ് മീറ്റിംഗ് നടത്തുമ്പോഴും ചർച്ച് നടത്തുന്നതും വ്യത്യാസമുണ്ട്. കോട്ടേജ് മീറ്റിംഗിൽ ഇരിക്കാൻ ആൾ വയ്യാത്തതുപോലെ ഞെങ്ങി മത്തി അടുക്കി വെച്ചേക്കുന്ന പോലെ ഇരിക്കുന്നത്. ചർച്ചിൽ അധികം പേര് അങ്ങനെ വരുത്തില്ല. അപ്പൊ ഞാൻ തിരക്കുമ്പോഴാ മനസ്സിലായത് ഫുഡുണ്ട്. അത് ഈ രാജ്യത്ത് മാത്രമല്ല, എവിടെ ചെന്നാലും, മലയാളികളായ നമ്മൾ എവിടെ ചെന്നാലും മൂക്കറ്റ് ഒടിച്ചേച്ച് വന്നാലും ഫുഡ് വേണം. ഇത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടെന്ന നല്ല കാര്യമാണ്. അപ്പോഴേ ഫുഡ് ഉണ്ടായാലും ഇല്ലേലും മീറ്റിങ്ങിന് പോകണം കേട്ടോ. ബൈബിൾ സ്റ്റഡിക്ക് പോകണമല്ലേ? ഈ ചർച്ചിലുള്ളവരോട് കാര്യം ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു.
എന്തുകൊണ്ട് ഞാനീ പറയുന്നതൊക്കെ ഉണ്ട് അവിടെ ഇരുന്ന് പിടിക്കുന്നുണ്ട്. ആവശ്യമില്ലാതെ ദയവീത് വിറങ്ങും ഇട്ട് കളഞ്ഞ് നമ്മളെ മെനക്കെടുത്തിച്ച് ഇടരുത് കേട്ടോ. ഫോട്ടോ ഇട്ടാ മതി. മൂന്നാമത്തെ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാസ് ബാപ്റ്റിസം, ടീച്ചിങ്, അടുത്തത് എന്താ പറഞ്ഞേ? ഒരെണ്ണം വിട്ടുപോരാത് കേട്ടോ. കൂട്ടായ്മ എന്താ ഉപദേശം പറഞ്ഞു. അടുത്തത് ഇത് പറഞ്ഞെന്താ? ഫെലോഷിപ്പ്. കൂട്ടായ്മ ആചരിക്കുക. ചിലരാണെങ്കിൽ ഒത്തിരി അങ്ങ് ആത്മാവിന്റെ വലിയ പ്രദർശനം അന്യഭാഷയൊക്കെ വരുമ്പോൾ അടുത്തിരിക്കുന്നവർ കൈ കൊടുക്കത്തില്ല. പറഞ്ഞ പുള്ളിയുടെ വിചാരം, അവരുടെ വിചാരം സൂപ്പർ സ്പിരിച്വൽ എന്നുള്ളതാണ്. അഹങ്കാരമാണ് കേട്ടോ. അല്ലെ, ഒരു വൃക്ഷം ഫലം കായ്ക്കുമ്പോഴ് ആ ബ്രാഞ്ച് എന്ത് ചെയ്യുന്ന അല്ലേ? നമ്മുടെ കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് ലിറ്ററലി കുനിഞ്ഞു കേട്ടോ. ലിറ്ററലി എന്തുവാ? യോഹന്നാൻ 13 കർത്താവ് കസേര ഇരുന്ന പുള്ളി എന്ത് ചെയ്തു? താഴെ ഇറങ്ങി കുനിഞ്ഞു. അത് ലിറ്ററലി. എന്നാൽ സ്വർഗത്തിൽ ഇരുന്നവൻ എന്ത് ചെയ്തു? താഴെ ഇറങ്ങി. അവൻ അനുസരണമുള്ളവനായി തീർന്നു. അല്ലെ, ഹി ഹംബിൾഡ് ഹിംസെൽഫ് എന്നാ പറയുന്നത്. അവൻ തന്നെത്താൻ താഴ്ത്തി. ക്രൂശിലെ മരണത്തോളോ കർത്താവ് പഠിപ്പിക്കുകയും ചെയ്തു. തന്നെത്താൻ ഉയർത്തുന്നവനെല്ലാം താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനെല്ലാം. കർത്താവിന്റെ ടീച്ചിങ് റിവേഴ്സൽ ആയിരുന്നു. റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ കർത്താവ് പഠിപ്പിച്ചതാണ്. ആർക്കെങ്കിലും മേലോട്ട് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴോട്ട് പോകണം കേട്ടോ. ജസ്റ്റ് അങ്ങനെ പഠിപ്പിച്ചേ. എങ്ങനെ പഠിപ്പിച്ചേ? If anybody want to go upstairs, go downstairs. അപ്പൊ നമ്മൾ ചോദിക്കും, മലയാളിയായി നമുക്ക് ഇത് പിടികിടത്തില്ല. നമ്മൾ മേലോട്ട് പോകേണ്ടവർ എങ്ങോട്ടാ പോകട്ടെ? അതുകൊണ്ടാണ് സ്ഥാനത്തിനും മാനത്തിനും കടിപിടിച്ച് കസേരയ്ക്ക് വേണ്ടി എന്തെല്ലാം പൊളിറ്റിക്സ് കളിക്കാമോ അത് മുഴുവൻ കളിക്കുന്നു. ചെയ്യരുത്. ആത്മനിറവുള്ളവൻ എന്താണ്? ഫെലോഷിപ്പ് എന്ന് പറയുന്നത് മറ്റുള്ളവരോടുള്ള കൂട്ടായ്മയാണ് കേട്ടോ. മറ്റുള്ളവരോടുള്ള സ്നേഹം, സന്തോഷം. ഫെലോഷിപ്പ് എന്താ പറഞ്ഞ? ഫെലോഷിപ്പ് കൂട്ടായ്മ. അതിന് പാർട്ട്ണർഷിപ്പ് എന്ന് വേണമെങ്കിലും പറയാം. ഫെലോഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, തമ്മിലുള്ള ഐക്യത, ബന്ധം. ഫെലോഷിപ്പ് വേണം. ഫെലോഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റി മാത്രമല്ല. ഫെലോഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലൊരു പ്രയാസം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ പോയി പ്രാർത്ഥിക്കണം. നമുക്കൊരു സ്വഭാവമുണ്ട്, നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പറയും, എന്നെ കർത്താവ് പൊന്നുപോലെ ഇനി കൊണ്ടുവരാൻ വേണ്ടി ഊതിക്കൊണ്ടിരിക്കുക. സെയിം കാര്യം അവന്റെ വീട്ടിൽ വന്നാൽ അങ്ങനെ വേണോ അവന്? ഞങ്ങളുടെ ഈ എന്തോ ജാതിയായത് നമുക്ക് വരുമ്പോ എന്തായിട്ട് മാറുന്നത്? നമുക്ക് വരുമ്പോൾ ഞാന് ദൈവം എന്നെ തങ്കം പോലെ കൊണ്ടുവരിക. നമ്മൾ ആരായിട്ട് മാറും? തങ്കവും പൊന്നും ആയിട്ട് മാറും. എന്നാൽ മറ്റൊരുത്തനോ അവന്റെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായാലോ, അവന് കുറച്ച് നാൾ കൊണ്ട് ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു, അവൻ അത് തന്നെ അല്ല. ഫെലോഷിപ്പ് വേണ്ട. ദൈവമക്കൾക്ക് ജലസി പാടില്ല, അസൂയ പാടില്ല, ഗോസിപ്പ് പാടില്ല. ഫെലോഷിപ്പ്, ഹൃദയം തുറന്ന് സ്നേഹിക്കാൻ പഠിക്കണം. ഇപ്പൊ എത്ര പറഞ്ഞു കഴിഞ്ഞാ? മാസ് ബാപ്റ്റിസം, ടീച്ചിങ്, ഫെലോഷിപ്പ്. അടുത്തെന്താ? അപ്പം നുറുക്കി. അപ്പം നുറുക്കെന്ന് പറയുന്നത് രണ്ട് മീനിങ് ഉണ്ട്. അത് തുടർന്ന് വീണ്ടും വായിക്കുമ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. അപ്പം നുറുക്ക് എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് ഓഫ് ബ്രെഡ് ആണ്. അവിടുത്തെ മീനിങ് ലോർഡ് സപ്പർ ആണ്. എന്നാൽ താഴേക്ക് വായിക്കുന്ന സമയത്ത് അവിടെ വേറെ ഒരു ഫുഡൂടുണ്ട്. അതിന്റെ പേരാണ് അഗാപ്പേ മീൽ എന്ന് പറയും. വീടുകളിൽ കൂടി ഭക്ഷണം. അപ്പോൾ അവിടെ എന്തുണ്ട്? രണ്ടു തരത്തിലുള്ള ഫെലോഷിപ്പാണ്. ഒന്ന് കർത്താവിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള ലോർഡ് സപ്പർ, ദൈവം നമുക്ക് ചെയ്ത സാൽവേഷന്റെ നന്ദി, ഓർമ്മ, സെലിബ്രേഷൻ. രണ്ട് എന്താണ്? ഒരുമിച്ചുള്ള കൂട്ടായ്മ. ഒരു ചായ കുടിച്ചേച്ച് പോകുന്നത് നല്ലതാണ് കേട്ടോ സാറേ.
എപ്പോഴാ? തണുപ്പൊക്കെ ഉള്ള സമയത്ത്. കാരണം ആ സമയത്താണ് നിങ്ങൾ സാഹിബ്, ഞാൻ എൻ്റെ ഈ UK 30 വർഷമായി UK കേട്ടോ. എൻ്റെ കൂടുതലുമുള്ള സമയം എന്ന് പറഞ്ഞാൽ ഡെയിലി സാഹിബ്മാരുമായിട്ടുള്ള ജീവിതമാണ്. അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം മനസ്സിലാകും, എന്തെങ്കിലും ഒരു പ്രയാസം ഈ ഇടയിൽ ഉണ്ടായി കഴിഞ്ഞാല് വിൽ ഗോ ഫോർ എ കോഫി എന്നാ പറയുന്നത്. എന്തുവാ? ഏത് പരിഹരിക്കാത്ത പ്രശ്നവും രണ്ടുപേര് തമ്മിൽ ഇരുന്ന് ഒരു ചായ അവിടെ കൊണ്ടുവച്ചാല് കോഫി കൊണ്ടുവച്ച് കുടിച്ച് പറഞ്ഞു തീരുമ്പോഴത്തേന് നമുക്കുണ്ടോ അത്? നമുക്ക് കോഫി അല്ല എന്തല്ല 21 ദിവസം ഉപവാസ പ്രാർത്ഥന വെച്ചാൽ പോവോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഒരു ഫെലോഷിപ്പ് എന്ന് പറയുന്നത് വെറും ഒരു ചായ കുടിക്കാനുള്ള സമയമല്ല, തമ്മിൽ തമ്മിൽ ഹൃദയം തുറന്ന് സംസാരിക്കാനുള്ള അവസരമാണ്. ചിലരാണെങ്കിൽ ആശീർവാദം പറയാൻ നോക്കിയിരിക്കുക. എന്തുവാ? ഒരൊറ്റ ചാട്ടവാ. കാരണം അവനറിയാം ആശീർവാദം പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ അവനോട് സംസാരിക്കേണ്ടി വരും. എന്തുവാ? നമുക്ക് ഇഷ്ടമല്ലാത്തവരുണ്ട് അവിടെ, അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്തവരുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജോലിയുടെ ഗ്രേഡിനെക്കാട്ടി കൂടിയ ഗ്രേഡ് ജോലിയുള്ള പുള്ളി അവിടെ ഉണ്ട്, അല്ലെ കുറച്ചുള്ളവരുണ്ട്. ദൈവമക്കളെ, സഭയിൽ വരുമ്പോഴ് നമ്മളെല്ലാം ഈക്വൽ ആകട്ടെ. യാതൊരു വിധമായ ഡിസ്ക്രിമിനേഷനും സഭയിൽ പാടില്ല. ഇവിടെ എന്താണ്? അപ്പം നുറുക്കി. അപ്പം നുറുക്കുമ്പോഴൊരു കാര്യമുണ്ട്. ഒരു ദിനം പഠിക്കുമ്പോൾ ടെസ്റ്റ് യുവർ സെൽഫ് എന്നാണ് അതിന് പറയുന്ന പേര്. സെൽഫ് എക്സാമിനേഷൻ എന്നാണ്. സെൽഫ് എക്സാമിനേഷൻ അതിന്റെ പേരെന്ന് പറഞ്ഞാൽ ഒരു ക്വാളിറ്റി കൺട്രോൾ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ്. ക്വാളിറ്റി കൺട്രോൾ. ഈ UK ഇവിടുത്തെ ടെർമിനോളജി ഒക്കെ ഒത്തിരി വ്യത്യാസമുണ്ട്. നിങ്ങൾ അങ്ങനെ ആയിരിക്കത്തില്ല പറയുന്നത്. ഒരു സാധനം മെറ്റൽ അല്ലെ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇമ്പോർട്ട് എക്സ്പോർട്ട് കയറ്റി അയക്കുന്ന സാധനമാണെങ്കിൽ അത് പാസ്സാകണം അതിന്റെ ക്വാളിറ്റി അല്ലെ. എന്ന് പറഞ്ഞതുപോലെ ഈ സാധനം ഇമ്പ്യൂരിറ്റി ഉണ്ടോ, പിന്നെ ഇത് കയറ്റി വിടാൻ കൊള്ളാവോ എന്നുള്ള ടെസ്റ്റാണ്. അങ്ങനെ പാസ്സാകാത്തത് എല്ലാം കൂടാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഈ ആൾക്കാർ പറഞ്ഞ നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടി സുന്ദരൻ അരിയും കശുവണ്ടി മാവും അല്ലെങ്കിൽ ക്യാഷ് ഇവിടെ കിട്ടും. എന്നറിയാമോ? ആ പരിപ്പ് പോലും പോകാതെ ഇവിടെ, കാരണം ഫസ്റ്റ് ക്വാളിറ്റിയാണ് ഇവിടെ കിട്ടുന്നത്. നാട്ടിലാണേലോ അവിടെ എവിടെ മുറിഞ്ഞു പോയത് കിട്ടും എന്ന് പറഞ്ഞതുപോലുള്ള ഭാഷയാണ് അവിടെ വെച്ചിരിക്കുന്നത്. എന്നിൽ എന്തെങ്കിലും മുറിഞ്ഞു പോയിട്ടുണ്ടോ, ക്വാളിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കുന്ന ശോധന എന്ന് പറയും കേട്ടോ. എന്താണ് പറയുന്നത്? അങ്ങനല്ലേ? പരിശോധന അല്ലേ? നിങ്ങളെ തന്നെ ശോധന ചെയ്യും. അപ്പോൾ ചർച്ച് ഗ്രോത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാസ് ബാപ്റ്റിസം, ടീച്ചിങ്, ഫെലോഷിപ്പ്, അപ്പം നുറുക്കുന്ന സമയത്ത് നല്ല മനസാക്ഷി ഉണ്ടോ എന്നുള്ള കാര്യം മറ്റുള്ളവരെ കാണിക്കാനല്ല, ഒരു നല്ല ജെന്യുൻ ക്രിസ്ത്യനായിട്ട് ജീവിക്കാൻ. അടുത്തത് എന്താണ്? പ്രാർത്ഥന, പ്രയർ. ശ്രദ്ധിച്ചോട്ടെ, പ്രയർ ഈസ് എ പ്രീറിക്വസിറ്റ് ഫോർ പെന്റിക്കോസ്റ്റ്. പെന്തിക്കോസ്ത് വരാനുള്ള ഒരു പ്രിപ്പറേഷൻ ആയിരുന്നു എന്ത്? പ്രാർത്ഥന. അങ്ങനല്ലേ? അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നു, പ്രാർത്ഥിച്ചു. എപ്പോഴാ പ്രാർത്ഥിച്ചേ? പെന്തക്കോസ്തിന് മുൻപ്. പെന്തക്കോസ്ത് വന്നു കഴിഞ്ഞപ്പോഴും അവർ ചെയ്തത് എന്താണ്? പ്രാർത്ഥന. അപ്പൊ കേട്ടാട്ടെ, പ്രേയർ ഈസ് കോമൺ factor for church growth and Pentecost. It happened before Pentecost and it happened after Pentecost. ചുരുക്കം പറഞ്ഞാൽ prayer must be our lifestyle. അപ്പോൾ ഗ്രോത്ത് ഉള്ള ഒരു സഭയിൽ എന്തുണ്ടായിരിക്കണം? പ്രാർത്ഥന ഉണ്ടായിരിക്കണം അല്ലേ? ചില സഭയിലൊക്കെ അതിരാവിലെ ചിലപ്പോൾ സഹോദരിമാര് മാത്രം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, ചെറുപ്പക്കാര്. നമ്മുടെ പ്രാർത്ഥന, we must saturate our life, we must saturate our church
We must saturate our family with prayer. നിങ്ങൾക്ക് ആ ഭാഷ പടി കിട്ടിയോ? അതെന്റെ കെമിസ്ട്രിയാണ്. സാച്ചുറേഷൻ. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ജീവിതം എന്തിനകത്ത് മുക്കി കഴിയണം? പ്രാർത്ഥന. വളരുന്ന സഭയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ് പ്രയർ. അടുത്തത് പ്രാർത്ഥന കഴിച്ചു പോകുന്നു. എല്ലാവർക്കും ഭയമായി ഫിയർ ഓഫ് ദ ലോർഡ്. ഇന്ന് അതാണ് അധികം ഇല്ലാത്തത്. നമ്മുടെ ചിന്ത നമ്മളിത് പ്രാർത്ഥിക്കത്തില്ലെങ്കിലും നമ്മളിത് മർദ്ദമകർക്കും യാഗോവ കൊടുത്തിരിക്കുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ബാക്കി അറിയാവോ? അത് നമ്മൾ പ്രാർത്ഥിക്കത്തില്ല, അത് വേറെ ആർക്കണ്ട കൊടുത്തിരിക്കുകയാണ്. പക്ഷെ അതിനകത്ത് ആദ്യത്തെ സെൻസ് എന്തുവാ? സ്വർഗത്തിലിരിക്കുന്ന അപ്പച്ചാന. നമ്മുടെ ചിന്ത അദ്ദേഹം അവിടെ ഇരിക്കുന്ന പുള്ളിയാണ്, താഴെ പുള്ളിയില്ല. അതുകൊണ്ട് സഭയിൽ എന്ത് പ്രശ്നങ്ങളിലും കാണിക്കാം കർത്താവ് എവിടെ ആയിരിക്കുന്നേ? നമുക്കറിയാൻ വയ്യാത്ത മണ്ടന്മാരായ നമുക്കറിയത്തില്ല അവൻ അവിടെ ഇരിക്കുകയാണെങ്കിലും അവന്റെ കണ്ണ് എല്ലാ ട്രിക്കും കർത്താവിനറിയാം. നമ്മൾ കാണിക്കുന്ന ഓരോ കുഴപ്പവും എല്ലാം കർത്താവ് നന്നായി ചെയ്തുകൊണ്ടിരിക്കുക. ആൾക്കാർ പറയുന്നുണ്ട്, നാട്ടിലൊക്കെ വീട് പണിയിച്ചിട്ട് അവിടെ ക്യാമറ വെച്ച് ഇവിടെ വന്നിരുന്നോണ്ട് ലൈറ്റ് ഇടും അല്ല. ഇത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്ന കൺട്രോള്. അവിടെ നിന്ന് നമ്മളൊന്നും വേണ്ട, നമുക്ക് ഇവിടെ നിന്നോട് കാണാം ആരാണ് അവിടെ വരുന്നത്, ആരാ പോകുന്നത്. ഈ 10 രൂപ അല്ലെങ്കിൽ ഈ 100 രൂപ ഉള്ള കുന്ത്രാണത്തിന് ഇത് കഴിയുമെങ്കിലേ നമ്മുടെ കർത്താവിനുണ്ടല്ലോ. നമ്മൾ കാണിക്കുന്ന ഓരോ കുത്തിത്തിരിപ്പുകളും ഓരോ പൊളിറ്റിക്സ് കളിക്കുന്നതും കർത്താവ്. അതുകൊണ്ട് ദൈവസഭയിൽ ഇരിക്കുന്ന ഒരു ഭയത്തോടെ വേണം ഇരിക്കാൻ. ദൈവ ഭയം, ദ ഫിയർ ഓഫ് ഗാഡ് മസ്റ്റ് ക്യാപ്ചർ അസ്. അതുണ്ടാകണം. എല്ലാവർക്കും എന്തായി ആ ഭയം എന്ന് പറയുമ്പോൾ വെറും ഈ പുലിയെ കാണുന്ന ഭയമല്ല, റെസ്പെക്റ്റ് ആണ്, വണ്ടർ ആൻഡ് ഓവൺ, റെവറൻസ് ആണ്, വർഷിപ്പാണ്, ദൈവത്തോടുള്ള ബഹുമാനമാണ്. അടുത്തത് അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു. അവിടൊക്കെ നടന്നു ആ സഭയില് സയൻസ്, വണ്ടേഴ്സ് ആൻഡ് മിറക്കിൾ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ സയൻസും വണ്ടേഴ്സും മിറക്കിളും എന്ന്? ഈ രാജ്യം, ഞാൻ ഈ രാജ്യം വെസ്റ്റേൺ കൺട്രിയെ ഉദ്ദേശിച്ച കേട്ടോ. വെസ്റ്റേൺ കൺട്രി കഴിഞ്ഞ 200-300 നൂറ്റാണ്ടുകൾ കൊണ്ട്, വർഷങ്ങൾ കൊണ്ട് ക്രിസ്ത്യാനിറ്റി ഡിക്ലൈൻ ചെയ്യാനുള്ള ഒരു കാരണം ക്രിസ്ത്യൻ കൺട്രി നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. കാരണം റാഷണലിസ്റ്റ് തിങ്കിങ് ആണ്. എൻലൈറ്റൻമെന്റ് എന്ന് പറയും. എൻലൈറ്റൻമെന്റ് എന്ന് പറഞ്ഞാൽ അവർ പഠിച്ചത് ഇതാണ്: miracles cannot happen because they are against the law of nature. മിറക്കിള്, അത്ഭുതങ്ങൾ നടക്കാൻ പറ്റത്തില്ല. കാരണം അത്ഭുതം എന്ന് പറയുന്നത് സൂപ്പർ നാച്ചുറൽ ആണ്. ദേ ആർ എഗൻസ്റ്റ് നേച്ചർ. ഉദാഹരണം, ഒരു ആപ്പിൾ എടുത്ത് മേലോട്ടിട്ടാൽ മേലോട്ട് പോകത്തില്ല, അതിന് തീഴോട്ട് പോയി. അപ്പോൾ ഗുരുത്വാകർഷണ ബലം എന്ന് പറയും മലയാളത്തിൽ. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അതെന്ത് ചെയ്യും? പുള്ള് ചെയ്യും. ഭൂമി അതിന്റെ സെന്ററിലേക്ക് പുള്ള് ചെയ്യും. എന്ന് പറഞ്ഞാല് ദാറ്റ്സ് ദ നാച്ചുറൽ ലോ. ഒരു പന്തെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ അതിന് താഴോട്ടേ വരത്തുള്ളൂ, മേലോട്ട് പോകത്തില്ല. എന്നതുപോലെ മിറക്കിൾസ് നടക്കാൻ സാധ്യമല്ല. ആരെങ്കിലും വെള്ളത്തിന്റെ വീതി നടന്നാൽ അവൻ താഴെ പോകും. അപ്പൊ അതുകൊണ്ട് യേശു നടന്നിട്ടില്ല. യേശു നടന്നെന്ന് തോന്നിച്ചതാണ്. അവൻ കരയെ കൂടെ നടന്നത്. ആൾക്കാർക്ക് തോന്നി അവൻ എവിടെ നടന്നു? ഇങ്ങനത്തെ പഠിപ്പീര് വന്നു കേട്ടോ. 5 അപ്പം കൊണ്ട് എങ്ങനെ 5000 പേരെ പോഷിപ്പിക്കുന്നേ? അതൊന്നുമല്ല നടന്നത്. ഒരു കൊച്ചി ചെറുക്കൻ, അവന്റെ അമ്മ കൊടുത്തുവിട്ട ബാർലി ലോസ്, അവന് വിശന്നപ്പോ അവൻ അടിച്ചു. അന്നേരം ഇത് കണ്ടോണ്ട് എല്ലാരും അടിച്ചു. ആരുടെയാ? അവനവന്റെ. മനസ്സിലായോ? എല്ലാരും ഒരുമിച്ച് തൃപ്തരായി. എപ്പോഴാ കഴിച്ചത്? ചെറുക്കൻ അഴിച്ചപ്പോഴ് അത് കണ്ട് എല്ലാരും അവനവരോട് അഴിച്ചു. മനസ്സിലായോ? ഇങ്ങനത്തെ പഠിപ്പി വന്ന് റാഷണലിസ്റ്റ് തിങ്കിങ് വന്നുകൊണ്ട് ഈ പുസ്തകത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. യേശുക്രിസ്തുവിന്റെ അത്ഭുതത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. രാജ്യം നശിക്കാൻ തുടങ്ങി.
ഇത് ഞാൻ വളരെ വേദനയോടാണ് ഈ പറയുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ സ്ഥിതി വരരുത്. And they do science in school, evolution, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങള് ബിഗ് ബാങ് തിയറി അതും ഇതൊക്കെ പഠിക്കും. But we need to make sure that our children are rooted in the scripture. അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ അവിടെ പ്രസംഗിച്ച് പറഞ്ഞു, കുഞ്ഞുങ്ങളോട് ദൈവവചനം വീട്ടിൽ ഇരുന്ന് പഠിപ്പിക്കണം. നമുക്കറിയാവുന്ന രീതിയിൽ അവരെ ഇരുത്തി പഠിപ്പിക്കണം. അപ്പോൾ ദൈവം എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞത്? അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്തു. അത് വിശ്വസിക്കണം, അത് നമ്മുടെ അനുഭവത്തിൽ കാണണം. അങ്ങനെയെങ്കിൽ സഭ വളരും. അത് വിശ്വസിക്കുന്നില്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഈ നാട് പറ്റിയ വെസ്റ്റേൺ കൺട്രീസിന് പറ്റിപ്പോകും. അതുകൊണ്ട് ദൈവവചനം വിശ്വസിക്കണം കേട്ടോ. അടുത്തെന്താണ്? വിശ്വസിച്ചവരെല്ലാവരും ഒരുമിച്ചിരുന്ന് യൂണിറ്റി. അപ്പോൾ സഭയിലുള്ള വിശ്വാസികൾ അന്ന് ദൈവവചനം അനുസരിച്ച് ജീവിച്ചത് കൊണ്ട് സഭ വളർച്ചയുണ്ടായി. അടുത്ത പോയിന്റ് ആണ് വൺ അക്കോർഡ് എന്നാണ് ഇംഗ്ലീഷിൽ. ഇവിടെ അത് ശരിയാവും തോന്നുന്നില്ല. അമേരിക്കയിൽ ഒത്തിരി ഉണ്ട്. എന്തുവാ അക്കോർഡ്? കാർ പാർക്കിലാന്നേ ഉള്ളു, ചർച്ചിലല്ല. ഇവിടെ ഉണ്ടോ ഹോണ്ട അക്കോർഡ്? ഇവിടെ ഉണ്ടല്ലോ അക്കോർഡ് ഉണ്ട്. ഇവിടെ ഇല്ല ഹോണ്ട. ഒത്തിരി അക്കോർഡ് ഉണ്ട്. ഇത് വൺ അക്കോർഡ് എവിടുത്തെയാ? സഭയിൽ. വൺ അക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഐക്യത. ആ വാക്ക് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും നേരം ഇത്രയും ഇടത്ത് പോയേച്ച് ഇപ്പൊ നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് നമ്മളിപ്പോ ഇനിയും വരും. എന്താ വേണം നമുക്ക്? ഐക്യത ആര് തരുന്നതാ? പെന്തക്കോസ്തിന് ശേഷമുണ്ടായ ഒരു സവിശേഷതയാണ് ഐക്യത. ഇന്നോ അതാ നമുക്കില്ലാത്ത. പെന്തക്കോസ്ത് നാളിന് ശേഷമുള്ള യൂണിറ്റി is a characteristic feature of the Holy Spirit. സ്പിരിറ്റ് ഫിൽഡ് ലൈഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യൂണിറ്റി. ഏറ്റവും കൂടുതൽ ആത്മാവിനെ കുറിച്ച് പറയുന്നത് നമ്മളല്ലേ? നമുക്ക് എന്തില്ല? ഇല്ല. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? നമ്മളെ കർത്താവ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. അതാ യോഹന്നാൻ 17-ലാണ്. പിതാവ് മഹാപുര പൗത്ര പ്രാർത്ഥന, ഹൈ പ്രീസ്റ്റ്ലി പ്രയർ ഓഫ് ജീസസ്. കർത്താവ് പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ട്. പിതാവേ, നീയും ഞാനും ഒന്നായിരിക്കുന്നത് പോലെ ഈ ജനവും ഒന്നായിരിക്കേണ്ടതിന് വേണ്ടി, ഫാദർ ഐ പ്രേ ദാറ്റ് as you and I are one, I pray that they may be one. ഉണ്ടോ കർത്താവിന്റെ പ്രാർത്ഥന? ക്രൂശിലേക്ക് കയറാൻ ഈ കുറച്ച് ദിവസമോടെ ഉള്ളു കേട്ടോ. കർത്താവ് എന്താ പ്രാർത്ഥിച്ച? ദൈവമേ എവരെയല്ല ഒന്നാക്കണേ. പ്രാർത്ഥിച്ച പ്രാർത്ഥനയാണ്. എന്നാലേ ഞാൻ പറയാൻ വന്നതല്ല, ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോഴേ സൃഷ്ടി നടത്തിയല്ലോ ദൈവം. പ്രാർത്ഥിച്ചായിരുന്നോ ദൈവം? എനിക്ക് വലിയ പ്രയാസമായി ചന്ദ്രനെ ഉണ്ടാക്കാൻ, പിന്നെ ആരെ ഉണ്ടാക്കാൻ? സൂര്യനെ ഉണ്ടാക്കാൻ, പിന്നെ മനുഷ്യ ജാലങ്ങളെ ഉണ്ടാക്കാൻ, ജീവജാലങ്ങളെ ഉണ്ടാക്കാൻ, ട്രീസ് ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞ കുത്തിയിരുന്ന് ആഗണസ് ചെയ്തോ? ഒറ്റ കാര്യമുണ്ട്, ലെറ്റ് ഇറ്റ് ബി, ഉണ്ടാകട്ടെ. എല്ലാം ഉണ്ടായി അല്ലേ? ദ ഹോൾ ക്രിയേഷൻ വാസ് മെയ്ഡ് ത്രൂ വേർഡ്സ്. ലെറ്റ് ഇറ്റ് ബി, there was. രണ്ടെണ്ണത്തിനെ ഒന്നാക്കാനും ഒരാടുന്ന് പ്രാർത്ഥിക്കുക. ആരെന്ന് പ്രാർത്ഥിക്കുക? ക്രൂശിലേക്ക് കയറാൻ പോവാ. ദൈവമേ അമ്മാരെ എല്ലാം ഒന്നാക്കണേ. വീട്ടിയോ? അതുകൊണ്ട് ദൈവസഭ വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണം? യൂണിയൻ അല്ല, അത് നമുക്കറിയാം. യൂണിറ്റി. എന്താ വേണം? യൂണിറ്റി. അടുത്തത് എല്ലാവരും ഒരുമിച്ചിരുന്ന സകലവും പൊതുവക എന്ന് എണ്ണുകയും എന്ന് പറഞ്ഞാൽ എവറിത്തിങ് ഈസ് കോമൺ. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇത്രയും നേരം ഞാൻ പറഞ്ഞത് പെന്തക്കോസ്തിന്റെ അടിസ്ഥാന ഉപദേശം കൂടെ ആയിരുന്നു കേട്ടോ. പക്ഷെ അപ്പച്ചന്മാരെല്ലാം കൂടെ നമുക്ക് ചിലത് പറയും 7 അടിസ്ഥാന ഉപദേശങ്ങൾ എന്നൊക്കെ പറയും.
അതെല്ലാം ഉണ്ടാക്കി നമ്മൾ ഈ വാക്യം ഉപയോഗിച്ചാണ് ഇതെല്ലാം എടുത്തോണ്ട് വന്നത്. പക്ഷേ ഇതാണ് കിട്ടുന്നത്. എന്തുവാ? നമ്മുടെ വെൽത്തിന്റെ കാര്യം വന്ന സമയത്ത് അതേ തൊട്ട് കളിക്കത്തില്ല. എല്ലാരും എന്താണ്? ദേ കൗണ്ടഡ് എവറിഥിങ് കോമൺ എന്ന് പറഞ്ഞാൽ ദേ ഷെയർഡ് എവറിഥിങ് എന്നാ കേട്ടോ. ദേ ഷെയർഡ് എവറിഥിങ്. എന്താ അങ്ങനെ ചെയ്യാൻ കാര്യം എന്നറിയാമോ? അവര് വിശ്വസിച്ചു. അപ്പൊ നിങ്ങൾ പറയാം അത് തെറ്റായിട്ടാണ് വിശ്വസിച്ചെന്ന് പറയും. കർത്താവ് നമ്മുടെ ജനറേഷനിൽ വരും, അതുകൊണ്ട് ഇനി എന്തിനാ ഇതെല്ലാം കൂടെ ഒരുക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് മുട്ടുള്ളവന് എന്ത് ചെയ്തു? കൊടുത്തു. ഏതെങ്കിലും ഒരു സമയത്ത് ഒരു മുട്ടുള്ളവൻ പറഞ്ഞു കഴിഞ്ഞാൽ somebody who needed something, ഒരു വീട് വിറ്റ് കൊടുക്കുവായിരുന്നു. ഇപ്പൊ നമ്മളിത് ചെയ്യാത്തതിന്റെ കാര്യം കർത്താവ് വരുമെന്നുള്ള ചിന്ത പോലും നമുക്കില്ല. കാരണം എത്ര നാൾ കൊണ്ട് കേൾക്കുന്ന കാര്യം ഏതാ? കർത്താവ് വരും വരും വരും, ഇതുവരെയും വന്നില്ലല്ലോ, ഇനിയും വരുമോ എന്നുള്ള ചിന്തയിലിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ചിന്ത എനിക്കും ഭാര്യയ്ക്കും മക്കൾക്കും എന്നുള്ള ചിന്തയിലുള്ള ജീവിതം അങ്ങനല്ലായിരുന്നു കേട്ടോ. പെന്തക്കോസ്ത് ജീവിതം എങ്ങനെയായിരുന്നു? ജീവിതം പൊതുവകയെന്ന് നമ്മള് പെട്ടെന്ന് പറഞ്ഞ് നിർത്താൻ പോകുന്നത്. അടുത്തത് എന്തു പറയും? വ്യത്യാസം മനസ്സിലായോ? ജന്മഭൂമി വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ, ജന്മഭൂമി എന്ന് പറഞ്ഞാൽ ഇമ്മൂവബിൾ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ഒബ്ജക്ട്സ് മൂവബിൾ. ചുരുക്കി പറഞ്ഞാല് പ്രോപ്പർട്ടി ഇമ്മൂവബിൾ ആണ്. സ്ഥലം വീട്ടിൽ കിടക്കുന്ന സോഫായോ മൂവബിൾ ആണ് എന്ന് പറഞ്ഞാൽ മുഴുവൻ അസറ്റും എന്ത് ചെയ്തു? വിറ്റ്. അടുത്തത് നീ ഇത് കേട്ടേച്ചേ, നാളെ വീട് വിറ്റേച്ച് എന്നെ കുറ്റം പറയല്ലേ. എനിക്കറിയാം തൊള്ളായിരം ചെയ്യത്തില്ലെന്ന് അറിയാം. അടുത്തത് വീണ്ടും അടക്കണ്ട ഒരുമനപ്പെട്ട് യൂണിറ്റി. 2 പ്രാവശ്യം പറഞ്ഞിട്ടുള്ളത് യൂണിറ്റി. That means continue to worship. അടുത്തത് റിജോയിസിങ്. കണ്ടോ? പെന്തക്കോസ്തുകാരുടെ കാര്യം പറഞ്ഞേ കേട്ടോ. ആത്മതമുള്ളവരുടെ കാര്യം പറഞ്ഞേ. ഇതെല്ലാം കഴിയുമ്പോ എന്തോട്ടെന്നാ പറഞ്ഞേ? ഭയങ്കര സന്തോഷമാണ്. എന്തോ ചെയ്യുമ്പോഴ് ഉള്ളതെല്ലാം വിറ്റ് വല്ലവരും കൊടുത്തേച്ച് വീട്ടിലിരിക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷം. അങ്ങനെ എഴുതേക്കുന്നത് അല്ലേ? സന്തോഷം പോണ്ട്. അടുത്തത് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും പ്രൈസ് ആൻഡ് വർഷിപ്പ്. അടുത്തത് സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. അടുത്തത് കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. അതാണ് പറഞ്ഞത്. സഭാ വളർച്ച എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് എങ്ങനെ വായിക്കുന്നത്? ദ ലോർഡ് ആഡഡ്. കേട്ടോ? അങ്ങനെ ഉണ്ടല്ലേ? ഇവിടെ ഉണ്ടല്ലേ? ദ ലോർഡ് ആഡഡ്. ചർച്ച് ഗ്രോത്ത് ഈസ് അഡീഷൻ, നോട്ട് സ്പ്ലിറ്റിംഗ്. അത് പറയാൻ വേണ്ടിയാ ഞാൻ ഇത്രയും നേരം ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടത്. വാട്ട് ഈസ് ചർച്ച് ഗ്രോത്ത്? ചർച്ച് ഗ്രോത്ത് ഈസ് adding people to the church, not splitting the church. ഇത് എവിടെ നടന്നതാ? ആദിമസഭയിൽ നടന്നത്. ഇത്രയും കാര്യം ഇനി 5 മിനിറ്റ് കൊണ്ട് ഞാൻ ഇരിക്കാൻ പോണേ. ഇത്രയും കാര്യം നമ്മുടെ മനസ്സിലാക്കിയിട്ട് ഇനിയും വായിച്ച വാക്യം വായിക്കണം. ഏതായിരുന്നു നമ്മൾ വായിച്ചത്? വായിച്ചാട്ടെ. അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. Now you are no longer aliens or strangers. You are no foreigners. അപ്പൊ പണ്ട് ആരായിരുന്നു? ദൈവവുമായി യാതൊരു ബന്ധവുമില്ലാതെ, യഹൂദന്മാരുമായി യാതൊരു ബന്ധവുമില്ലാതെ വല്ലാത്ത ഒരു ഡിസ്യൂണിറ്റി കഴിഞ്ഞവരായിരുന്നു നിങ്ങൾ. എന്നാൽ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം you are no longer strangers or foreigners or sojourners. You are no longer strangers and foreigners, but fellow citizens. വിശുദ്ധന്മാരുമായുള്ള സഹപൗരന്മാരും, the family of God. ഇതാണ് സഭ. സഭ എന്ന് പറഞ്ഞാൽ എന്താണ്? The family
of God. ദൈവത്തിന്റെ കുടുംബം എന്നാണ് നമ്മെ വിളിക്കുന്നത്. ആരുടെ കുടുംബം ദൈവത്തിന്റെ കുടുംബം. എന്ന് പറഞ്ഞാൽ നമ്മൾ ആരുടെ വകയായി മാറി? ദൈവത്തിന്റെ. അടുത്ത വാക്യം വായിച്ച്. ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കെ ആ. നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. സോ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഫൗണ്ടേഷൻ. പ്രോഫറ്റ്സ് ആൻഡ് അപ്പോസ്റ്റൽസ് മീൻസ് ടീച്ചിങ്സ് ഓഫ് പ്രോഫറ്റ്സ് ആൻഡ് അപ്പോസ്റ്റൽസ്. അപ്പോൾ നേരത്തെ നമ്മൾ കേട്ടു ഉപദേശം. നേരത്തെ നമ്മൾ കേട്ടായിരുന്നു, ഓർമ്മയുണ്ടോ? ഉണ്ട്. ആ ഉപദേശത്തിന്റെ മേൽ പണിഞ്ഞു ദൈവവചനപ്രകാരം പണിയപ്പെട്ട സഭ. ക്രിസ്തു മൂലക്കല്ലെന്ന് പറഞ്ഞാൽ ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് പേഴ്സൺ ഇൻ ദ ചർച്ച് എന്ന് പറഞ്ഞാൽ ആരാന്നറിയാമോ? ക്രിസ്തു. ക്രിസ്തു, ക്രിസ്തുവിന്റെ ഉപദേശങ്ങൾ. അടുത്തത് നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. ആ. അവനിൽ കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് ദിസ് ഈസ് ലൈക്ക് എ ബിൽഡിംഗ് ജോയിൻ ടുഗദർ കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. ആസ് എ ഹോളി ടെമ്പിൾ ഇറ്റ് ഗ്രോസ്. ചർച്ചിന് എന്തുണ്ട്? ഗ്രോത്ത് ഉണ്ട്. എന്തായിട്ട് വളരുന്നു? ദൈവത്തിന്റെ ആലയമായി. ചർച്ച് ഈസ് ദ ടെമ്പിൾ ഓഫ് ഗോഡ്. നമ്മളെല്ലാവരും എന്താണ്? ദൈവത്തിന്റെ ആലയം. വി ആർ ദ ടെമ്പിൾ. ആലയത്തിൽ എന്താ നടക്കുന്നത്? കച്ചവടം നടത്തിയായിരുന്നു പണ്ടൊരാൾ. കുറെ പേര് ചാട്ട എടുത്ത് കർത്താവല്ലേ അല്ലേ? അപ്പോൾ നമ്മൾ കൂടി വരുമ്പോൾ നമ്മുടെ ഇടയിൽ ബിസിനസ് അല്ല നടക്കേണ്ടത്. നമ്മുടെ ഇടയിൽ എന്താണ്? പ്രൈസ് ആൻഡ് വർഷിപ്പ്. സഭ. കാരണം വി ആർ ദ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. വി ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. അടുത്ത വായിച്ച് നിർത്തിക്കാട്ടെ. അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. വി ആർ ദ ഹാബിറ്റേഷൻ ഓഫ് ഗോഡ്. അപ്പോൾ നമ്മളിൽ താമസിക്കുന്നത് ആരാണ്? ദൈവം. ദൈവം. വി ആർ എ അങ്ങനെയാണോ അവിടുത്തെ ട്രാൻസ്ലേഷൻ? ആണോ? വി ആർ എ ഹാബിറ്റേഷൻ ഓഫ് ഗോഡ്. ദൈവം താമസിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത ആലയമാണ് സിംഗുലറായ നിങ്ങളും ഞാനും, കോർപ്പറേറ്റ് ആയ നമ്മൾ. ഇതാണ് ദൈവസഭ. എന്റെ പ്രാർത്ഥന നമ്മളെല്ലാവരും മുമ്പ് പറഞ്ഞ ആ വായിച്ച കേട്ട ഭാഗത്തിനനുസരിച്ച് ഒരു റീകമ്മിറ്റ്മെന്റ്. കർത്താവേ, ഞങ്ങളുടെ സഭ സൗത്ത് ഡബിളിലെ ഈ സഭ ഇപ്പോൾ നമ്മൾ കേട്ട ആ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആയി മാറേണ്ടതിനാൽ ഒരു മിനിറ്റ് എല്ലാവരും പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ വലിയ അത്ഭുത ക്രിയകൾ ഈ സഭയിൽ നടക്കേണ്ടതിനാൽ ദൈവത്തിന്റെ വലിയ കൃപ ഇവിടെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരുടെ പേര്, ദൈവമക്കളുടെ പേര് ഉണ്ടാകേണ്ടതിനായി സ്വർഗത്തിലും ഭൂമിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ നിന്റെ മക്കളെ എളിയവൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടത്തെ അത്ഭുതത്തിന്റെ ശുശ്രൂഷകൾ ഇവിടെ നടക്കുവാൻ, യേശുവിന്റെ നാമം ഇവിടെ ഉയരപ്പെടുവാൻ, അനേകർ ഇതിന്റെ ചുറ്റുപാടിലുള്ള അനേകർ കർത്താവിനെ അറിയേണ്ടതിനായി ദൈവത്തിന്റെ ഇവിടെയുള്ള സഭയെ ദൈവം അനുഗ്രഹിച്ച് കൈപ്പുള്ള വേര് മുളച്ച് ആരും കലക്കമുണ്ടാക്കാതെ ഐക്യതയിലും സന്തോഷത്തിലും സ്നേഹത്തിലും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുവാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.